സോ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് മോഡലൊക്കെ പറഞ്ഞ സമയത്ത്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ UML ആണ്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സിനെയൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് UML എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ക്ലാസ്സസ്. ഒബ്ജക്റ്റ് നമ്മൾ അതും കണ്ടതാണ്, ഒബ്ജക്റ്റ് എന്താണ് ആൻഡ് ഒബ്ജക്റ്റ് ക്ലാസ്സസ് എന്താണെന്നുള്ളത് അല്ലേ. സോ നോക്കാം. The terms object and object oriented are applied to different types of entity, design method, system and programming language. There is a general acceptance that an object is an encapsulation of information, and this is reflected in many definitions of an object and an object class. നമുക്കറിയാം അല്ലേ, നമ്മളിപ്പം കണ്ടിട്ടുണ്ട് നമ്മൾ ഓരോ എൻറ്റിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒബ്ജക്ട്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഡെഫിനിഷൻസിലുള്ള ഒരു കാര്യമാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഇൻഫർമേഷനൊക്കെ അതിന് ഹൈഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പം ഇൻഫർമേഷനൊക്കെ എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്. അതിന് വേറൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം, കുറച്ചും കൂടി ഒരു ഫോർമലായ ഒരു ഡെഫിനിഷനാണ്. An object is an entity that has a state and a defined set of operations that operate on that state. എന്താണ് ഇത് നമ്മൾ എപ്പോഴും കാണുന്നൊരു ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷേ ഇത് വേറൊരു ഫോമുല എന്ന് മാത്രം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റിന് ഒരു ഡെഫിനറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആട്രിബ്യൂട്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഊപ്സിൽ ആട്രിബ്യൂട്ട്സ് കേൾക്കുന്നുണ്ട്, അതിനാണ് നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് സ്റ്റേറ്റ്. പിന്നെന്താണല്ലേ, ഈ സ്റ്റേറ്റിൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓപ്പറേഷൻസും നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ. The state is represented as a set of object attributes. The operations associated with object provide service to other objects that request the service when some computation is required. അല്ലേ, അപ്പം നമ്മളിവിടെ സ്റ്റേറ്റ് നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിന് ഈ ഒരു ഒബ്ജക്റ്റിന് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ ദാറ്റ് സർവീസ് ഇസ് പ്രൊവൈഡഡ് ത്രൂ ദി ഓപ്പറേഷൻസ് അല്ലേ. ഓപ്പറേഷൻസ് വഴിയാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, and objects are created according to an object class definition. നമുക്കറിയാലോ അല്ലേ, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ് അല്ലേ. ആൻഡ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി അബ്സ്ട്രാക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പാണ്, അബ്സ്ട്രാക്ട് ഡെഫിനിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ് എന്തൊരു ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ക്ലാസ് ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പം ആൻഡ് ദോസ് ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു ദി ക്ലാസ്. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച പേഴ്സൺ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അത് ഉണ്ടാക്കുന്നുണ്ടാവുക അതിൻ്റെ ഒബ്ജക്ട്സിന്. അതായത് ഇപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നമ്മളൊരു 5 ആട്രിബ്യൂട്ട് കൊടുത്തെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ പേഴ്സൺ ഒബ്ജക്ട്സിനും 5 ആട്രിബ്യൂട്ട്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം അതാ പറഞ്ഞത് അക്കോർഡിംഗ്ലി according to the class the objects are created. And an object class definition is both a type specification and a template for creating object. ഇതൊക്കെ നിങ്ങൾ കേട്ടത് തന്നെയാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടൈപ്പ് സ്പെസിഫിക്കേഷൻ. ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ആൻഡ് ഇപ്പോൾ ജസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് 1 മാത്രമേ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 എന്താണ്, സ്റ്റുഡൻറ്റ് 1ൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് അറ്റ് ദി ക്ലാസ് അല്ലേ. ആ സ്റ്റുഡൻറ്റ് ക്ലാസ്സിലേക്ക് നോക്കിയാലാണ് മനസ്സിലാവുക അല്ലേ. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെംപ്ലേറ്റ് ആയിരിക്കും എന്ത്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് അല്ലേ. സോ അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫോർ ടൈപ്പ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഓൾസോ ഫോർ ടെംപ്ലേറ്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്. And it includes declaration of all the attributes and operations that should be associated with an object of that class. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ കൂടെ ഏതൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് അതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലമാണെന്ത്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയുകയാണ്. ഇതിൻ്റെ UML നമ്മളിവിടെ ഒബ്ജക്റ്റ് ഡിസൈൻ ആണല്ലോ അല്ലേ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണല്ലോ. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മോഡൽ ചെയ്യാൻ നമ്മൾ UML യൂസ് ചെയ്യാമെന്ന് already പറഞ്ഞു കഴിഞ്ഞു അല്ലേ. So in the UML, an object class is represented as a named rectangle with two sections. The object attributes are listed in the top section. The operations that are associated with the objects are set out in the bottom section. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും റെക്റ്റാങ്കുലർ ബോക്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് ആക്ച്വലി 3 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഏറ്റവും ടോപ്പ് സെക്ഷനിൽ എന്താ ഉണ്ടാവുക, ദ നെയിം അല്ലേ, ദ നെയിം ഓഫ് ദ ക്ലാസ്. മിഡിൽ സെക്ഷനിൽ എന്താ ഉണ്ടാവുക, ആട്രിബ്യൂട്ട്സ്. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷനിൽ എന്താ ഉണ്ടാവുക, ഓപ്പറേഷൻസ്. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ എഴുതി വെക്കേണ്ടത് കേട്ടോ. ഇതാ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇത് എന്ന് പറഞ്ഞാൽ എംപ്ലോയ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒരു ഫിഗറാണ്. ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പേര്, ക്ലാസ്സിൻ്റെ നെയിം കൊടുത്തു. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തു. ആൻഡ് ദ ഫൈനൽ സെക്ഷൻ നമ്മൾ ഓപ്പറേഷൻസും കൊടുക്കും. ക്ലിയർ? ഓക്കെ. The UML uses the term operation to mean the specification of an action, and the term method is used to refer to the implementation of an operation. അപ്പോൾ നമ്മൾ UML ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെത്തേഡ് യൂസ് ചെയ്യുന്ന, മെത്തേഡ് എന്നുള്ള ടേം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷനെയാണ് നമ്മളിവിടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം താഴത്തെ ആ ഒരു ഇതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ എന്താണ് ഹിയർ എംപ്ലോയ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ ക്ലാസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, നെയിം, അഡ്രസ്, ഡേറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടെ ഇങ്ങനെ തന്നെ. വിച്ച് കൺസിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, എംപ്ലോയ് നമ്പർ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജർ, സാലറി സ്റ്റാറ്റസ് ആൻഡ് സാലറി സ്റ്റാറ്റസ്, ടാക്സ് കോഡ്, എക്സെട്ര ഇനി വരുന്നുണ്ട്. അതാണ് അവിടെ കുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഹിയർ നെയിം എന്ന് പറയുന്നത് ഇസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ UML എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടിന് പേര് കൊടുക്കും, കോളൻ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് കൊടുക്കും. നമ്മൾ നോർമൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡാറ്റ ടൈപ്പ് ആട്രിബ്യൂട്ട് നെയിം ആണ് കൊടുക്കുക. പക്ഷേ ഇവിടെ തിരിച്ചാണ് ആട്രിബ്യൂട്ട് നെയിം കോളൻ ഡാറ്റ ടൈപ്പ്, ആ ഒരു ഫോമാറ്റിലായിരിക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നെയിം ഓഫ് ടൈപ്പ് സ്ട്രിങ്, അഡ്രസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്, ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ടൈപ്പ് ഡേറ്റ്, എംപ്ലോയ് നമ്പർ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, ഈ ഒരു രീതിയിലാണ് കൊടുക്കുക. ആൻഡ് ദ ഫൈനൽ സെക്ഷൻ നോക്കൂ. ലാസ്റ്റ് സെക്ഷനിൽ എന്താണ് അവിടെ എന്താ ഉള്ളത്, സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അല്ലേ. സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അസോസിയേറ്റഡ് വിത്ത് എംപ്ലോയി. ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ ഉള്ളത് അതാണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്, ജോയിൻ ഓഫ്, ലീവ് ഓഫ്, റിട്ടയർ ഓഫ്, ചേഞ്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ വേരിയസ് ഓപ്പറേഷൻസ് ആണുള്ളത്. അതാണ് നമ്മുടെ ഫൈനൽ സെക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ. ഇതാ ഒബ്ജക്റ്റ് അതാണ് എന്നിട്ട് മുകളിലുള്ള ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ബൈ റിക്വസ്റ്റിംഗ് സർവീസസ് ഫ്രം അതർ ഒബ്ജക്ട്സ് ആൻഡ് ഇഫ് നെസസറി ബൈ എക്സ്ചേഞ്ചിങ് ദ ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ സർവീസ് പ്രൊവിഷൻ. നമുക്കറിയാലോ ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ്, ഒബ്ജക്ട്സ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന സംഭവമാണ് അല്ലേ. ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ പാസിംഗ് മെസ്സേജസ്. ഇവിടെ അത് തന്നെയാണ്, നമ്മൾ ഒബ്ജക്ട്സ് മെസ്സേജസ് വെച്ചിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതാണ് നമ്മൾ തേർഡ് സെക്ഷനിൽ കൊടുത്തത്. The copies of information needed to execute the service and the result of service execution are passed as parameters. ശരിയല്ലേ? ഇപ്പം നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിൽ അത് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് പാസ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും നമുക്ക് തിരിച്ച് കിട്ടണമെന്നതും പാരാമീറ്റർ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ശരിയല്ലേ? ഓക്കെ. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇനി നോക്കാം. നമ്മൾ ഓരോ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോൾ എ മെത്തേഡ് അസോസിയേറ്റഡ് വിത്ത് എ ബഫർ ഒബ്ജക്ട് ദാറ്റ് റിട്ടേൺസ് ദ നെക്സ്റ്റ് വാല്യൂ ഇൻ ദ ബഫർ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് V = സർക്കുലർ ബഫർ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ്, സർക്കുലർ ബഫർ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് ഇവിടെ കോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പ്രോഗ്രാമിങ്ങിൽ കാണുന്ന സംഭവം തന്നെയാണ്. ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്തു. ഇനി ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ റിസൾട്ടായിട്ട് എന്തോ കിട്ടും. ആ കിട്ടിയിട്ടുള്ള വാല്യൂ സ്റ്റോർഡ് ഇൻ V. ശരിയല്ലേ?
ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വി ഈക്വൽസ് സർക്കുലർ ബഫർ ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്? സർക്കുലർ ബഫർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ആണ് ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്. അത് എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് എന്തോ കിട്ടാണ്ട് ഒരു വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് അസൈൻ ടു വി. ശരിയല്ലേ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. തെർമോസ്റ്റാറ്റ് ഡോട്ട് സെറ്റ് ടെംപ് 20. ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ, പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് പാരാമീറ്റർ ഈസ് ആൻ ഇൻപുട്ട് പാരാമീറ്റർ. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ, അതായത് സെറ്റ് ടെംപ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് നമ്മൾ ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എന്താ പാസ് ചെയ്യുന്നത്? ഇൻപുട്ട് പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസ് ഹയറാർക്കി. ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത് ഒരു ക്ലാസ് ഹയറാർക്കീൻ്റെ ഫിഗറാണ്. നമ്മൾ UML ഇതിന് ജനറലൈസേഷൻ എന്നാണ് പറയുക കേട്ടോ. ജനറലൈസേഷൻ്റെ ഒരു ഫിഗറാണ് ഈ ഒരു കാണിച്ചിട്ടുള്ളത്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണ് ജനറലൈസേഷൻ. അപ്പോൾ ജനറലൈസേഷനിൽ എന്താ ഉണ്ടാവുക? ഒരു ക്ലാസ്സിന് ഏതൊക്കെ ക്ലാസ്സാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കാണിക്കുന്ന ഒരു ഹൈറാർക്കി ആണ് നമ്മൾ ജനറലൈസേഷനിൽ നോർമലി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ് ഏറ്റവും ടോപ്പിലുള്ള സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് ആയിട്ടുള്ളതാണ് എംപ്ലോയി. ശരിയല്ലേ? ആൻഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് ഈസ് ഇൻഹെറിറ്റഡ് ബൈ മാനേജർ ആൻഡ് പ്രോഗ്രാമർ അല്ലേ. മാനേജർ എന്ന് പറഞ്ഞ ക്ലാസ്സും അതുപോലെ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ക്ലാസ്സും എന്തിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്? എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അഗെയിൻ മാനേജർ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ആരൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്? പ്രോജക്റ്റ് മാനേജർ, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ആൻഡ് സ്ട്രാറ്റജിക് മാനേജർ. കണ്ടോ? അപ്പോൾ ഇതിലെന്ത് നമുക്കറിയാം? പ്രോജക്റ്റ് മാനേജറും ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറും സ്ട്രാറ്റജിക് മാനേജറും മാനേജറിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാനേജർ ആരെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്? എംപ്ലോയിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്നാണ് ഈ ടേം യൂസ് ചെയ്യുക. സോ ജനറലൈസേഷൻ്റെ ഫിഗർ ഈ ഒരു രീതിയിലാണ് വരയ്ക്കുക. നമ്മൾ ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മൾ ക്ലാസ് ഹയറാർക്കി കാണിക്കുമ്പോൾ ക്ലാസ്സിനെയാണ് വരയ്ക്കുക അല്ലേ. ആൻഡ് ഇൻ UML ക്ലാസ് ഈ ഒരു ഫോമാറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണാം രണ്ട് രീതിയിൽ ക്ലാസ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണിച്ച എംപ്ലോയി, അങ്ങനെയും നമുക്ക് ക്ലാസ് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസും ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിളായിട്ട് അതിൻ്റെ പേര് മാത്രം കൊടുക്കാം. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ രണ്ട് കോളം അങ്ങനെ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരു ജസ്റ്റ് ഒരു റെക്റ്റാങ്കിളായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പേര് മാത്രം കൊടുക്കാം. അതർവൈസ് നമ്മൾ ഈ 3 കമ്പാർട്ട്മെൻറ്റുള്ള ഇങ്ങനെയുള്ള റെക്റ്റാങ്കുലർ ബോക്സ് ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ റെക്റ്റാങ്കുലർ ബോക്സ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ക്ലാസ്സിനും അതിൻ്റേതായ സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെന്തായാലും കാണിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു 3 കോളം തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്താ, എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ മാനേജറിനെ ഇൻഹെറിറ്റ് ചെയ്തു, മാനേജറും പ്രോഗ്രാമറും ഇൻഹെറിറ്റ് ചെയ്തു. ആൻഡ് മാനേജറിലും പ്രോഗ്രാമറിലും എന്താ കിട്ടിയിട്ടുണ്ടാവുക? എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. ഇൻ അഡീഷൻ മാനേജറിൽ എന്തൊക്കെ ഉണ്ടാവും? ബഡ്ജറ്റ്സ് കൺട്രോൾ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ഉണ്ടാവും, ഡേറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ഉണ്ടാവും അല്ലേ. അതുപോലെ പ്രോഗ്രാമറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എംപ്ലോയിയുടെ എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഇൻ അഡീഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ഉണ്ടാവും, പ്രോഗ്രാം ലാംഗ്വേജസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ഉണ്ടാവും. അതുപോലെ പ്രോജക്റ്റ് മാനേജർ എടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള എല്ലാം ഉണ്ടാവും. ഇൻ അഡീഷൻ പ്രോജക്ട്സ് എന്ന് പറയുന്ന എക്സ്ട്രാ ആട്രിബ്യൂട്ട് വരും. ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന എക്സ്ട്രാ അങ്ങനെ ഈ ഒരു രീതിയിലാണ് വരിക. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ നോർമൽ ഊപ്സ് കൺസെപ്റ്റിലൊക്കെ നമ്മൾ ആരോ ഹെഡ് എപ്പോഴും താഴേക്കാണ് കാണിക്കുക. ബട്ട് അക്കോർഡിംഗ് ടു UML നമ്മൾ പറയുന്നത് എന്താണ്? ദ ക്ലാസ്സസ് ആർ റെഫറിങ് അപ്വേർഡ്. ക്ലാസ് റെഫർ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടോപ്പിലുള്ള ക്ലാസ് താഴത്തെ ക്ലാസ്സിനെയല്ല റെഫർ ചെയ്യുന്നത്, താഴെയുള്ള ക്ലാസ്സുകൾ മുകളിലുള്ള ക്ലാസ്സുകളെയാണ് റെഫർ ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഈസ് മാനേജറും പ്രോഗ്രാമറും ആരെ റെഫർ ചെയ്യുന്നുണ്ടെന്നാ പറയുക? എംപ്ലോയിനെ റെഫർ ചെയ്യുന്നുണ്ടെന്നാ പറയുക. അല്ലാണ്ട് എംപ്ലോയി അല്ല മാനേജറിനെ റെഫർ ചെയ്യുന്നത് അല്ലേ. സോ ആ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അക്കോർഡിംഗ് ടു UML വി ഹാവ് ടു പുട്ട് ദി ആരോ അപ്വേർഡ്.
താഴേക്ക് കൊടുക്കുന്നത് തെറ്റാണെന്നാണ് UML ഒരു കൺസെപ്റ്റ് പ്രകാരമുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആരോസ് മുകളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, ഹൈറാർക്കി സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഓൺലി ദാറ്റ് നമ്മുടെ ആരോ എപ്പോഴും ഇവിടെ ടോപ്പിലേക്കാണ് കൊടുക്കുക. ബിക്കോസ് അക്കോർഡിംഗ് ടു UML നമ്മൾ സബ് ക്ലാസ്സസ് ആർ റെഫറിങ് സൂപ്പർ ക്ലാസ്സസ് എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, എൻ്റെ ഇതിവിടെ പറയുന്നുണ്ട്. The above figure, നേരത്തെ figure ആണ്. It shows an example of an object class hierarchy where different classes of employees are shown. ജസ്റ്റ് വായിക്കണമെന്നേ ഉള്ളൂ, നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Classes lower down the hierarchy have the same attributes and operation as their parent class, but may add new attributes and operation or modify some of those from their parent classes. നമുക്കറിയാലോ അല്ലേ, എല്ലാ പാരൻറ്റ് ക്ലാസ്സിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഉണ്ടാവും. In addition, it have its own additional attributes അല്ലേ. This means that there is one-way interchangeability. If the name of a parent class is used in a model, the object in the system may either be defined as of that class or of any of its descendant. അതന്നെ മുകളിലത്തെ ക്ലാസ്സിൽ തന്നെയാണ് അതിൻ്റെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ദ ക്ലാസ് മാനേജർ ഹാസ് ഓൾ ഓഫ് ദി ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ക്ലാസ് എംപ്ലോയി അല്ലേ, ശരിയല്ലേ. മാനേജർക്ക് എന്താ ഉള്ളത്, എംപ്ലോയിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഇൻ അഡീഷൻ കുറച്ച് കാര്യം കൂടി വരുന്നുണ്ട് അല്ലേ. ബട്ട് ഇൻ അഡീഷൻ 2 new attributes that record budget controlled by the manager and the date that the manager was appointed to a particular management role അതിലുണ്ട്. അതുപോലെ തന്നെയാണ് പ്രോഗ്രാമറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇറ്റ് ആഡ്സ് new attributes that define the project that the manager programmer is working and the programming language skills that he or she has. ശരിയല്ലേ, ഏത് പ്രോഗ്രാമിംഗിലാണ് വർക്ക് ചെയ്യുന്ന ആ ലാംഗ്വേജ് സ്കില്ലും കൂടെ അതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. Then object of class manager or programmer may therefore be used anywhere an object of class employee is required. അപ്പോൾ നമുക്ക് നേരിട്ട് മാനേജറിന് പ്രോഗ്രാമറൊക്കെ ഉപയോഗിക്കാമല്ലോ. എംപ്ലോയിന്ന് കൊടുക്കുന്നതിന് പകരം ഇഫ് ഇറ്റ് ഇസ് എ മാനേജർ നമുക്കവിടെ മാനേജർ എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, then objects that are members of an object class participate in relationship with other objects. This relationship may be modeled by describing the association between the object classes. നമുക്ക് അടുത്ത് വരാനുള്ളതാണ് അസോസിയേഷൻ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ജനറലൈസേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഹൈറാർക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റിലേഷൻഷിപ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ദാറ്റ് ആർ മെമ്പേഴ്സ് ഓഫ് എൻ ഒബ്ജക്റ്റ് ക്ലാസ് പാർട്ടിസിപ്പേറ്റ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഒബ്ജക്ട്സ്. നമുക്കറിയാലോ ഒബ്ജക്ട്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. ആ റിലേഷൻഷിപ്പ് നമ്മളിവിടെ പറയുന്ന പേരാണ് അസോസിയേഷൻ. ഓക്കെ, ദീസ് റിലേഷൻഷിപ്പ് മേ ബി മോഡൽ ബൈ ഡിസ്ക്രൈബിങ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ക്ലാസ്. അപ്പം നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അസോസിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്. ഓക്കെ, and in the UML, association are denoted by a line between the object classes that may optionally be annotated with information about the association. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒബ്ജക്ട്സ് തമ്മിലാണോ റിലേഷൻഷിപ്പ് ഉള്ളത് ആ ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഉണ്ടാവും, ഒരു ലിങ്ക് കൊടുക്കും. അതായത് ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അവിടെ ഒരു ലൈൻ ഉണ്ടാവും ടീച്ചറിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും ഇടയിൽ. അതിൻ്റെ കൂടെ ആ ലൈൻ എന്തായാലും മസ്റ്റാണ്. പ്ലസ് ഇൻ അഡീഷൻ ബാക്കിയുള്ള ഓപ്ഷനിലാണ് അതിൻ്റെ ഇൻഫർമേഷൻ, ആ ഒരു അസോസിയേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മളവിടെ കൊടുക്കും. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ നമുക്കിപ്പം 3 ക്ലാസ്സസ് ആണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഇവിടെയുള്ള ക്ലാസ്സസ് ആണ് എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്, മാനേജർ എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ നമുക്കിവിടെ എന്താണുള്ള എംപ്ലോയി മാനേജർ, എംപ്ലോയിൻ്റെയും മാനേജറിൻ്റെയും ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ നമ്മൾ ലൈൻ വരച്ച് കണ്ടോ എംപ്ലോയി നിന്ന് മാനേജറിലേക്ക്. അതുപോലെ എംപ്ലോയിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇടയിൽ എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെയും നമ്മളൊരു ലൈൻ വരച്ചു. ഇനി ഇവിടെ നോക്കൂ, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ലൈനിൻ്റെ നടുവിൽ നമ്മളൊരു പേര് കൊടുത്തു അല്ലേ, ഈസ് മെമ്പർ ഓഫ്. അതെന്ന് പറയുന്നത് അസോസിയേഷന് കൊടുക്കുന്ന പേരാണ്. ഇതൊന്നും മസ്റ്റ് അല്ല കേട്ടോ, ലൈൻ മസ്റ്റാണ്. ബാക്കി ഡാറ്റാസ് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. സോ ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ദർ ഇസ് എ അസോസിയേഷൻ നെയിംഡ് ഈസ് മെമ്പർ ഓഫ്. അതാണ്
അതിൻ്റെ മീനിങ്. ഈസ് മെമ്പർ ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ്, അതിൻ്റെ പേരാണ്, അസോസിയേഷൻ്റെ പേരാണ് എംപ്ലോയിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇടയിൽ. അതുപോലെ തന്നെ എംപ്ലോയിൻ്റെയും മാനേജറിൻ്റെയും ഇടയിൽ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിന് നമ്മൾ പേര് കൊടുത്തിട്ടില്ല. ബട്ട് ഈ ഒരു അസോസിയേഷനിൽ എംപ്ലോയിൻ്റെ റോൾ എന്താണ്, അതുപോലെ മാനേജറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, എംപ്ലോയി എന്ന് പറയുന്നത് ഈസ് മാനേജ്ഡ് ബൈ, എംപ്ലോയിനെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജേഴ്സ് ഓരോരുത്തരുടെ റോളാണ്. അപ്പോൾ ഈ എംപ്ലോയിയുടെയും മാനേജറിൻ്റെയും ഇടയിലുള്ള അസോസിയേഷൻ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ പേര് കൊടുത്തിട്ടില്ല. പേര് വേണമെങ്കിൽ കൊടുക്കാം, പേര് കൊടുത്തിട്ടില്ല ഇവിടെ. പകരം എന്താ കൊടുത്തിട്ടുള്ളത്, എംപ്ലോയി ഈ ഒരു അസോസിയേഷനിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്, മാനേജർ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈന് മസ്റ്റാണ്, അസോസിയേഷൻ്റെ ലിങ്ക് മസ്റ്റാണ്. പക്ഷേ അസോസിയേഷൻ്റെ പേരോ അല്ലെങ്കിൽ റോൾസ് എന്തൊക്കെയാണെന്നുള്ളതോ അതൊന്നും കൊടുക്കണമെന്ന് മസ്റ്റല്ല, നമുക്ക് ഓപ്ഷണലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു അസോസിയേഷൻ റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. പറയാം. The figure shows the association between objects of class employee and object of class department and between object of class employee and object of class manager. ശരിയല്ലേ? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിലുള്ള അസോസിയേഷനും എംപ്ലോയി മാനേജറിൻ്റെ ഇടയിലുള്ള അസോസിയേഷനാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് അസോസിയേഷൻ is a very general relationship and is often used in the UML to indicate that either an attribute of an object is associated with object is an associated object or the implementation of an object method relies on the associated object. ഇതിൽ എന്താ പറയുന്നത്, ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്, വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു അസോസിയേഷനിൽ കാണിക്കുന്നത്. ഓക്കെ, however at least any kind of association is possible and one of the most common association is aggregation. നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസോസിയേഷൻസ് ഉണ്ട്. ആ അസോസിയേഷൻ്റെ ഒരു ഫോമാണ് അഗ്രിഗേഷൻ, പിന്നെ ഒന്ന് കോമ്പോസിഷൻ, അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരണം, നിങ്ങൾക്ക് അത്രയ്ക്കൊന്നുമില്ല. അപ്പം പല ടൈപ്പ് ഓഫ് അസോസിയേഷൻസ് ഈ ക്ലാസ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒബ്ജക്ട്സുകൾ തമ്മിൽ ഉണ്ടാവാം. അതിൽ വരുന്ന കോമൺ ആയിട്ട് ഒന്ന് രണ്ടെണ്ണമാണ് അഗ്രിഗേഷനും അതുപോലെ തന്നെ കോമ്പോസിഷനൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അസോസിയേഷൻ, അതുപോലെ തൊട്ട് മുന്നേ നമ്മളെടുത്ത ജനറലൈസേഷൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും വരുന്നത് നമ്മുടെ ക്ലാസ് ഡയഗ്രാംസിൽ വരുന്നതാണ് കേട്ടോ. ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് ഡയഗ്രത്തിൽ എഴുതേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മുതൽക്ക് നമുക്ക് വരുന്നതാ, ജനറലൈസേഷനും ഒരു മിനിറ്റ് ഇവിടുന്ന് ജനറലൈസേഷനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ അസോസിയേഷനും. ഓക്കെ, താങ്ക് യു.